പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ റിയൂസ് കപ്പിൽ നിന്ന് സുരേഷാണ്. നമുക്ക് ഇന്ന് വിൽക്കാനായിട്ട് നമ്മുടെ കടയിൽ എത്തിയിരിക്കുന്നത് ഈ ഉഷയുടെ ഒരു തയ്യൽ മെഷീനാണ്. അപ്പോൾ തയ്യൽ മെഷീനും ഉണ്ട്, അതിൻ്റെ മോട്ടർ എല്ലാം കൂടെ കൂടിയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ തയ്യൽ പഠിക്കാനോ അല്ലെങ്കിൽ അതുപോലെ തയ്യൽ മെഷീൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കടയുമായിട്ട് എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്ക് ഈ സാധനം നിങ്ങൾക്ക് പറ്റുന്ന ഒരു വിലയ്ക്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റു പല ആൾക്കാരും നമ്മളോട് ഈ വിലയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പം വില നമ്മൾ ഇടുന്നില്ല, അങ്ങനൊരു കംപ്ലൈൻറ്റ് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അതായത് നമ്മൾ വില ഒരിക്കലും നമ്മൾ കൺവിൻസ് ആയ ഒരു വിലയല്ല നമ്മളിപ്പോൾ പറയുന്ന വിലയ്ക്കായിരിക്കില്ല ചിലപ്പോൾ വിൽക്കാനായിട്ട് നമുക്ക് സാധനം വിൽക്കാൻ സാധിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ വിൽക്കാൻ ഏൽപ്പിക്കുന്ന ആൾക്കാർ ഒരു വില പറയും. അവർക്ക് ഏറ്റവും കൂടിയ വില എത്ര കിട്ടുന്നോ അതേ അവർ ശരിക്കും പറഞ്ഞാൽ അവർ ശ്രമിക്കത്തുള്ളൂ, ആ വിലയ്ക്ക് അവർക്ക് കൊടുക്കാൻ ശ്രമിക്കും. വാങ്ങാൻ വരുന്ന ആൾക്ക് അവരെത്ര താത്തു തരാനായിട്ട് ശ്രമിക്കുമോ അത്രേ അവർ ശ്രമിക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ രണ്ടുപേരുമായിട്ട് സംസാരിച്ച് ചിലപ്പം ഈ പറയുന്ന വിലയിൽ നിന്ന് നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്ന വിലയെക്കാട്ടും ചിലപ്പം 10,000-2000 ഒക്കെ കുറച്ചായിരിക്കും നമ്മൾ ഈ സാധനം സെയിൽ ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിനൊരു വിലയിടാത്തത്. പിന്നെ പലരും നമ്മളെ വിളിച്ചിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് വില പറയുന്നില്ല, മറിച്ചതെന്ന് പറഞ്ഞ് ഓരോരുത്തർ വളരെ മോശമായ രീതിയിലുള്ള കമൻറ്റുകളൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇടുന്നതിൽ അത്യാവശ്യം സാധനങ്ങളല്ല, എല്ലാം ഒന്നും പറയാൻ പറ്റില്ല, നമുക്കെല്ലാം ഒന്നും വിറ്റ് ആർക്കും കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അത് വരുന്നവർക്കും സംതൃപ്തമായ ഒരു വിലയാണ് നമ്മുടെ ഒരു പ്രത്യേകത അതാണ്. അവർക്കും സംതൃപ്തമാണ്, ഈ കൊണ്ടുവന്ന് തരുന്നവർക്കും തൃപ്തിയായ രീതിയിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സെയിൽ ചെയ്തിട്ടുള്ളൂ. ഇതുവരെ സെയിൽ ചെയ്തേക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് എന്നെ തെറി വിളിക്കുന്നതിലൊന്നും എനിക്കതൊരു എന്നെ ബാധിക്കുന്ന കേസല്ല. കാരണം എനിക്കിത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ മാക്സിമം രണ്ട് കസ്റ്റമറുടെയും ഈ തരുന്ന ആളുടെയും ഒരു സംതൃപ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് നിങ്ങൾ തെറി വിളിക്കുകയോ എന്ത് വേണേൽ ചെയ്തോ, വിളിച്ചാൽ കിട്ടുന്നില്ല എന്ന് പറയുന്നതിനകത്തൊരു കാരണം, നമ്മൾ ചിലപ്പോൾ ശരിയായിരിക്കും, ഞങ്ങളെ വിളിച്ചാൽ എപ്പോഴും കിട്ടിയെന്ന് വരില്ല. കാരണം നമ്മൾ സെയിലിനിടുന്നതിനെല്ലാം ഒരു നമ്പറാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വാട്സാപ്പിലൊക്കെ ചില സമയങ്ങളിൽ നമുക്കിത് ചെക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരികയില്ല. ആൾക്കാർ വോയിസൊക്കെ ഇട്ടിട്ട് നമ്മളത് ചെക്ക് ചെയ്യാൻ പറ്റാതെ വരുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കും. അതായത് ഇതെല്ലാ ആൾക്കാരെ ഒരേപോലെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ അതിനുള്ളൊരു സംവിധാനമൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മളൊരു തുടക്കക്കാരൻ എന്ന നിലയിൽ അതിൻ്റേതായ പോരായ്മകളൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പം അതെല്ലാവരും സദയം ക്ഷമിച്ച് നമ്മളുമായിട്ട് സഹകരിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഒരു കാര്യമില്ലാതെയും നമ്മളെ തെറി വിളിക്കുന്ന ആൾക്കാരുണ്ട് കമൻറ്റ് ബോക്സിൽ ഒന്നും. തെറി വിളിക്കുന്നവരോട് നിങ്ങൾ തെറി വിളിച്ചോ, എനിക്ക് അതിനകത്ത് യാതൊരു പ്രശ്നങ്ങളുമില്ല. തെറി വിളിക്കുന്നത്, കമൻറ്റ് ബോക്സിൽ വന്ന് തെറി വിളിക്കുന്ന ആൾക്കാരുടെ വിചാരം അവരും ഞാനും മാത്രമേ ഈ തെറി ഉള്ളെന്നാണ് അവരുടെ വിചാരം. പക്ഷെ നിങ്ങളൊരു കാര്യം, ഈ തെറി പറയുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഈ ലോകം മൊത്തം കാണുന്നുണ്ട്. എൻ്റെ ഫോളോവേഴ്സ് മൊത്തം നിങ്ങൾ പറയുന്ന തെറി കാണുന്നുണ്ട്. അപ്പം എൻ്റെ ഫോളോവേഴ്സിൽ നിങ്ങളെ അറിയപ്പെടുന്ന ആൾക്കാർ, നിങ്ങളുടെ അച്ഛൻ കാണും, അമ്മ കാണും, പെങ്ങന്മാരൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പം അവരും നിങ്ങൾ ഈ പറയുന്ന തെറി പരസ്യമായിട്ട് കാണുന്നുണ്ട് എന്നൊന്ന് വിചാരിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എൻ്റെ കട ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത് പുളിയന്മല എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മുടെ കടയായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.